സംസ്ഥാനത്ത് ഇന്നലെ രാത്രി തുടങ്ങിയ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. വിവിധയിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ 4 മരണം. ഇടുക്കിയിലും കോട്ടയത്തുമാണ് ഉരുൾപൊട്ടിയത്. പുഴകൾ കര കവിഞ്ഞൊഴുകിയതോടെ റാന്നി, കോന്നി, പാല നഗരങ്ങൾ വെള്ളത്തിൽ മുങ്ങി. പത്തനംതിട്ടയിലും ഇടുക്കിയിലും വെള്ളക്കെട്ട് മൂലം കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു. വടക്കൻ ജില്ലയിലെ മലയോര മേഖലകളിൽ മഴ ശക്തമാകും. വിവിധയിടങ്ങളിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നു. ഷിനോജ് എസ് ഉണ്ട്. ആദ്യം കോട്ടയത്ത് നിന്നാണ്. ഷിനോജ്, എന്താണ് അവിടെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ശക്തമായ മഴയുണ്ടോ? ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ, അവിടെ നിന്നും രക്ഷിക്കേണ്ട മനുഷ്യർ, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നിലവിൽ ലഭ്യമാണ്. ഇന്നലെ രാത്രി കിടക്കാനായി പോകുമ്പോൾ നാളത്തെ പകൽ അതിങ്ങനെയാകുമെന്ന് നമ്മൾ ആരുടെയും സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അതിശക്തമായ മഴയാണ് പാലായും ഈരാറ്റുപേട്ടയും പൂഞ്ഞാറും ഉൾപ്പെടുന്ന കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ഇന്നലെ രാത്രി പെയ്തത്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ അതിശക്തമായി രാത്രി ഉൾപ്പെടെ കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിൽ പെയ്തു. അതാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് കോട്ടയം ഉൾപ്പെടുന്ന ജില്ലകളെയൊക്കെ തന്നെ നയിച്ചിരിക്കുന്നത്. എന്തായാലും 2 മരണമാണ് നിലവിൽ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം, അവിടെ ഉരുൾപൊട്ടലിലാണ് ആ 2 മരണങ്ങളും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ നേരത്തെ ആ സ്ഥലത്ത് നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ 2 പേരാണ് ആ വീട്ടിൽ അപകട സമയത്ത് ഉണ്ടായിരുന്നത്. മറ്റ് 2 പേർ അവിടെ ഉണ്ടായിരുന്നില്ല. ഭർത്താവും ഒപ്പം മറ്റൊരു മകൻ എറണാകുളത്ത് ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് അവിടെയായിരുന്നു. ഭർത്താവ് ജോണി സമീപത്ത് മറ്റൊരു വീട്ടിൽ കൂട്ടിരിപ്പ് കിടക്കാൻ വേണ്ടി, ഒരു വയോധികനെ കൂടെ കിടക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. അല്ലെങ്കിൽ 2 മരണങ്ങൾ കൂടി സംഭവിക്കുമായിരുന്നു തന്നെ പറയേണ്ടി ഒരു ഭാഗ്യം കൊണ്ട് 2 പേരും രക്ഷപ്പെട്ടു. എന്തായാലും പാലായും ഈരാറ്റുപേട്ടയും ഉൾപ്പെടുന്ന മേഖലകളൊക്കെ തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. റോഡ് പൂർണ്ണമായും സ്തംഭിച്ചു. വെള്ളം 2018 അതിനേക്കാളും ഭീകരമായി മീനച്ചിലാറ്, മണിമലയാറും ഒക്കെ തന്നെ കലിപൂണ്ട് ഒഴുകുന്നതാണ് നമ്മൾ രാവിലെ മുതൽ കണ്ടത്. ഈരാറ്റുപേട്ട റോഡൊക്കെ തന്നെ 2018 വെള്ളത്തിൽ പോലും ഇത്രയും വെള്ളം കയറുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ആ തരത്തിൽ വെള്ളം പൂർണ്ണമായും കയറി ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങളെത്തി. വീടുകളിൽ 2018 പ്രളയത്തിൽ പോലും വീടുകളിൽ വെള്ളം കയറാത്ത വീടുകളിൽ പോലും ഇന്നലെ രാത്രി പെയ്ത ഒറ്റ മഴ കൊണ്ട് വീടുകളൊക്കെ തന്നെ വെള്ളം കയറി അവിടെ നിന്നൊക്കെ തന്നെ ആളുകളൊക്കെ തന്നെ പൂർണ്ണമായും മാറ്റി പാർപ്പിക്കേണ്ട, സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റേണ്ട അവസ്ഥകളൊക്കെ തന്നെ ഉണ്ടായി. എന്തായാലും ആ മഴ നിലവിലിപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് ശേഷം ആ തരത്തിലുള്ള മഴയില്ല, പക്ഷേ ഇടപെട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന ഈ കോട്ടയത്തിന്റെ മലയോര മേഖലകളിൽ തന്നെയാണ്, ഈരാറ്റുപേട്ട ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെയൊക്കെ തന്നെ സമാനമായ രീതിയിൽ, ശക്തമായ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഒരു ആശ്വാസം എന്ന് തന്നെ പറയാൻ കഴിയില്ല. പക്ഷേ നിലവിലിപ്പോൾ തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് നിലവിലിപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഉള്ളത്. അതിനാൽ തന്നെ ഒരു ആശ്വാസം ഉണ്ട്. പക്ഷേ പൂർണ്ണമായും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. മലയോര മേഖലയിലൊക്കെ തന്നെ കാര്യമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. പോകാൻ തുടങ്ങുന്നുണ്ടോ അതോ ജലനിരപ്പ് അങ്ങനെ തന്നെയാണോ? പാലായിൽ നമ്മൾ രാവിലെ കണ്ട അവസ്ഥയല്ല, അതിനേക്കാളൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് വീണ്ടും ഈ മലയോര മേഖലകളിൽ മഴ കനക്കുന്ന സമയത്ത് വീണ്ടും ആ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പലയിടങ്ങളിലും. അതേസമയത്ത് തന്നെ അത് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത് കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ്. കാരണം ഇവിടുത്തെ ഈ വെള്ളക്കെട്ട്, ഈ മീനച്ചിലാറിലും മണിമലയിലും പാലയിലും ഒക്കെ തന്നെ ഈ വെള്ളക്കെട്ട് ഒരു നാളെയോ മറ്റന്നാളോ ഒക്കെ തന്നെ ചേരുന്നത് കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖല, കുമരകം ഉൾപ്പെടുന്ന മേഖലകളൊക്കെയാണ്. അത് വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ അവരും വേണ്ട രീതിയിലുള്ള മുൻകരുതലൊക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ സ്വീകരിക്കേണ്ടതുമാണ്. ശരി, ഇടുക്കിയിൽ നിന്നും ജെയിൻ എസ് രാജു ആണ് ഇനി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ജെയിൻ, ഇടുക്കിയിലെ അവസ്ഥ കുറച്ച് കൂടുതൽ പ്രശ്നമുള്ളതാണ്. തുടക്കം മുതലേ അങ്ങനെയാണ്. ഉരുൾപൊട്ടലടക്കം ഉണ്ടായി, ജീവഹാനി അടക്കം സംഭവിച്ച സ്ഥലം. എന്താണ് നിലവിൽ അവിടെ അവസ്ഥ? മോത്തി, രാത്രി പെയ്ത മഴയ്ക്കൊരല്പം ശമനമുണ്ട്. പക്ഷെ മഴ പൂർണ്ണമായും മാറിയിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇടുക്കിയിൽ 2 ജീവനുകളാണ് ഈ കനത്ത മഴയിൽ നഷ്ടമായത്. ഒന്ന് അടൂർ മലയിലാണ്. അടൂർ മലയിൽ ഒരു വീട്ടമ്മയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വാഗമൺ കോലാഹലമേട്ടിലും മണ്ണിടിഞ്ഞു വീണ് പ്രഭാകരൻ എന്ന് പറയുന്ന 77 വയസ്സുള്ള ആൾ മരിച്ചിരിക്കുന്നു.
അവിടെ ലീലാമണി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ ബന്ധുവാണ്. അദ്ദേഹം വീട്ടിലെത്തിയതാണ്. ഈ സമയത്താണ് ഈ വലിയ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ഇദ്ദേഹത്തിന് കേൾവിശക്തി കുറവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടം ഉണ്ടായത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇതിനെ തുടർന്നാണ് അപകടം ഉണ്ടായത്. അടൂർമലയിൽ 2 പേർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. രവിയുടെ മകൻ രതീഷ് മണ്ണിൽ പൂണ്ടു പോയിരുന്നു. പിന്നീട് രക്ഷാപ്രവർത്തകരാണ് ഇവരെ പുറത്ത് എടുത്തത്. അതോടൊപ്പം തന്നെ മറ്റൊരു ആശങ്കപ്പെടുത്തിയ ഒരു സ്ഥലമായിരുന്നു ആലക്കോട് 3 വീടുകളാണ് ഈ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലിൽ വലിയ ദുരന്തം നേരിട്ടത്. ഇതിൽ 2 വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോയിരിക്കുന്നു. അവിടെ മണ്ണിലടിയിൽപ്പെട്ടവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ജില്ലയുടെ വിവിധ മേഖലയിൽ വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പലയിടങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. ആൾനാശമില്ല എന്നുള്ളത് മാത്രമാണ് കാര്യത്തിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. കൃഷിനാശം, അതോടൊപ്പം തന്നെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കൽ, അതോടൊപ്പം തന്നെ യാത്ര തടസ്സം ഒക്കെ നേരിടുന്നുണ്ട് ജില്ലയിൽ. വലിയ പ്രതിസന്ധിയാണ് എന്ന് തന്നെ പറയാം. മൂർത്തി. ശരി, ജെയിനസ് രാജുവാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണിത്.